ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഏസിൻ്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ ചെയ്യുന്നത് വരാൻ പോകുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചില കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ ഏറ്റവും റീസെൻ്റായിട്ട് വന്നൊരു ചേഞ്ചാണ് നമ്മൾ കാണിക്കുന്നത്. കേരളത്തിലെ 23ാമത്തെ ഗവർണർ ആരാണ്? കേരളത്തിലെ 23ാമത്തെ ഗവർണർ ആരാണ്? ഒന്നാമത്തെ ഓപ്ഷൻ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ട്, അതുപോലെ രാജേന്ദ്ര ആർലേക്കർ ഉണ്ട്, BR ഗവായി ഉണ്ട്, അതുപോലെ സുധീഷ് കുമാർ. ഇതിൽ ആരാണ് കേരളത്തിലെ 23ാമത്തെ നിലവിലെ പ്രസൻറ്റ് ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ അത് രാജേന്ദ്ര ആർലേക്കർ ആണ്. രാജേന്ദ്ര ആർലേക്കർ ആണ് നിലവിലെ ഗവർണർ. 23ാമത്തെ ഗവർണർ എന്ന് പറയുന്നത് രാജേന്ദ്ര ആർലേക്കർ ആണ്. അപ്പോൾ ഈ രാജേന്ദ്ര ആർലേക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ ചോദ്യങ്ങൾ, എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുണ്ടുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിന്റ്, അദ്ദേഹം ഗോവ സ്വദേശിയാണ്. ഗോവ സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ് രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ 23ാമത്തെ ഗവർണറാണ്. 23ാമത്തെ ഗവർണറാണ്. പോയിന്റ് നല്ലോണം ശ്രദ്ധിക്കണം. കേരളത്തിൽ എത്രാമത്തെ ഗവർണറാണ് രാജേന്ദ്ര ആർലേക്കർ? 23ാമത്തെ ഗവർണറാണ് രാജേന്ദ്ര ആർലേക്കർ. അപ്പോൾ 22ാമത്തെ ഗവർണർ ആരായിരുന്നു? 22ാമത്തേത് ആരിഫ് മുഹമ്മദ് ഖാനാണ് 22ാമത്തെ ഗവർണർ അല്ലേ. ഇപ്പോൾ 23ാമത്തെ ഗവർണർ ഈ രാജേന്ദ്ര ആർലേക്കറാണ്. അദ്ദേഹം ജനിക്കുന്നത് 1954 ഏപ്രിൽ 23-നാണ്. 1954 ഏപ്രിൽ 23-നാണ്. ഗോവയിലാണ്. ഗോവ സ്വദേശിയായിട്ടുള്ള വ്യക്തിയാണ് രാജേന്ദ്ര ആർലേക്കർ. ഈ രാജേന്ദ്ര ആർലേക്കർ ആരുടെ പിൻഗാമിയായിട്ടാണ് കേരളത്തിലേക്ക് വന്നത് അല്ലേ? ആരാണ് രാജേന്ദ്ര ആർലേക്കറിന് മുമ്പ് കേരളത്തിലെ ഗവർണർ സ്ഥാനം വഹിച്ചിരുന്നത് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ 22ാമത്തെ ഗവർണർ എന്ന് പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. കേരളത്തിൻ്റെ 22ാമത്തെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാനാണ് കേരളത്തിൻ്റെ 22ാമത്തെ ഗവർണർ. അപ്പോൾ ഈ കേരളത്തിലെ 22ാമത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. 23ാമത്തെ ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ്. അതിനു മുമ്പ് ഈ രാജേന്ദ്ര ആർലേക്കർ കേരളത്തിന് ഗവർണറാകുന്നതിന് മുമ്പ് ബീഹാറിലെ 29ാമത്തെ ഗവർണറായിരുന്നു. ബീഹാറിലെ 29ാമത്തെ ഗവർണറായിരുന്നു ഇതിനു മുമ്പ് അദ്ദേഹം. അതേപോലെ ഹിമാചൽ പ്രദേശിൻ്റെ 21ാമത്തെ ഗവർണറും. അപ്പോൾ മുൻപ് കേരളത്തിൽ ഗവർണറാകുന്നതിന് മുമ്പ് അദ്ദേഹം ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി അലങ്കരിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അവിടെ ഏതൊക്കെ സംസ്ഥാനങ്ങളുടെയാണ്? ഒന്ന് ബീഹാറിൻ്റെയും അതേപോലെ തന്നെ ഹിമാചൽ പ്രദേശിൻ്റെയും ഗവർണർ പദവി വഹിച്ച ഒരു വ്യക്തി കൂടിയാണ് രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്നത്. ഇനി ഈ രാജേന്ദ്ര ആർലേക്കറിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഗോവയിൽ നിന്ന് ഹിമാചൽ പ്രദേശ് ഗവർണറായി സേവനമനുഷ്ഠിക്കുന്ന ആദ്യത്തെ വ്യക്തിയുമാണ് ആർലേക്കർ എന്ന് പറയുന്നത്. ഗോവയിൽ നിന്ന് ഹിമാചൽ പ്രദേശിൽ ഗവർണറായ ആദ്യ വ്യക്തിയാണ് രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്നത്. ഗോവ സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. ഗോവയുടെ മുൻ നിയമസഭാ സ്പീക്കറുമൊക്കെ ആയിരുന്നു ഈ രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടി നമുക്കെല്ലാവർക്കും അറിയാം, ഭാരതീയ ജനതാ പാർട്ടിയുടെ BJPയുടെ ഒരു പ്രധാന നേതാവ് കൂടിയാണ് രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുമ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. കേരളത്തിൻ്റെ 23ാമത്തെ ഗവർണറാണ്. 23ാമത്തെ ഗവർണറാകുന്ന ഇദ്ദേഹം ഇതിനു മുമ്പ് നേരത്തെ ബീഹാർ അതേപോലെ തന്നെ ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളുടെ ഗവർണറായിരുന്നു. ഗോവയിൽ നിന്ന് ഹിമാചൽ പ്രദേശിലേക്ക് ഗവർണറായി സേവനമനുഷ്ഠിച്ച ആദ്യ വ്യക്തിയാണ്. അതുപോലെ ഗോവ സർക്കാരിൽ മുൻ ക്യാബിനറ്റ് മന്ത്രിയാണ്. ഗോവ നിയമസഭയുടെ മുൻ സ്പീക്കർ കൂടിയാണ് രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഈ റീസെൻ്റ്ലി നടന്ന ഒരു പരീക്ഷയുടെ, ഒരു LGS പരീക്ഷയുടെ ചോദ്യമാണ്. K-സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, നഗരവാസികൾക്ക് തൊഴിലവസരം നൽകുന്ന ഒരു പദ്ധതിയാണ് K-സ്മാർട്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സർക്കാർ സ്കൂളുകളുടെ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ലക്ഷ്യമിടുന്ന ഒരു പദ്ധതി കൂടിയാണ് K-സ്മാർട്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കേരളത്തിൻ്റെ വ്യാവസായിക മേഖലകൾക്കായുള്ള ഒരു വികസന പദ്ധതിയാണ് K-സ്മാർട്ട്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയാണ് K-സ്മാർട്ട്. അപ്പോൾ ഇവിടെ PSCയുടെ ആൻസർ എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയാണ് ഈ ഒരു K-സ്മാർട്ട് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ കെ സ്മാർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ റീസെൻ്റ്ലി പത്രങ്ങളിലും അതേപോലെ സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ വായിച്ചു കാണും. കെ സ്മാർട്ട് എന്ന് പറയുന്നത് നിലവിൽ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഗവേണൻസ് പദ്ധതികളുടെ ഭാഗമായി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്, ഒരു സോഫ്റ്റ്വെയർ ആണ് കെ സ്മാർട്ട് എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ എന്താണ് ഈ ഒരു കെ സ്മാർട്ടിൻ്റെ പൂർണ്ണ രൂപം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ കെ സ്മാർട്ടിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് കേരള സൊല്യൂഷൻ ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ്. അപ്പം കേരള സൊല്യൂഷൻ ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നതാണ് കെ സ്മാർട്ട്. കെ സ്മാർട്ടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഗവേണൻസിൻ്റെ ഭാഗമായിട്ട്, ഇലക്ട്രോണിക് ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് കെ സ്മാർട്ട്. അപ്പോൾ എന്താണ് ഈ ഗവേണൻസ്? ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി, ഇലക്ട്രോണിക് വിദ്യയുടെ സാങ്കേതിക വിദ്യയിലൂടെ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ വളരെ വേഗത്തിലും സുതാര്യതയിലും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനത്തിനെ പറയുന്ന പേരാണെന്ത്? ഈ ഗവേണൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗവേണൻസ്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഭരണത്തിനെയും നമ്മൾ എന്ത് പറയാറുണ്ട്? ഈ ഗവേണൻസ് എന്ന് പറയാറുണ്ട്. ആ ഗവേണൻസ് സുതാര്യമായിട്ട് സിമ്പിളായിട്ട് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറാണ് ഈ കെ സ്മാർട്ട് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. അപ്പോൾ കെ സ്മാർട്ടുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് കെ സ്മാർട്ട് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ കെ സ്മാർട്ട് നിലവിൽ വന്നത് 2024 ജനുവരി 1-നാണ്. അപ്പോൾ ഈ പറയുന്ന കെ സ്മാർട്ട് എന്ന് പറയുന്ന പദ്ധതി നിലവിൽ വന്നത് 2024 ജനുവരി 1-നാണ് കെ സ്മാർട്ട് എന്ന് പറയുന്ന പദ്ധതി നിലവിൽ വരുന്നത്. ഈ പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്ന സമയത്ത് കോർപ്പറേഷനുകളിലും അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലുമാണ്, കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു പദ്ധതി 2024 ജനുവരി 1-ന് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയുടെ രണ്ടാമതൊരു പോയിൻ്റായിട്ട് പറയുന്നത് ILGMS. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നേരത്തെ നടപ്പിലാക്കിയിരുന്ന ഒരു ഗവേണൻസ് സോഫ്റ്റ്വെയർ തന്നെയാണ് ILGMS എന്ന് പറയുന്നത്. ആ ILGMSൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ലോക്കൽ ഗവേണൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇൻ്റഗ്രേറ്റഡ് ലോക്കൽ ഗവേണൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഈ ILGMSൻ്റെ ഒരു സെക്കൻഡ് വേർഷനാണ്, രണ്ടാം പതിപ്പ് എന്നറിയപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയറാണ് കെ സ്മാർട്ട്. കെ സ്മാർട്ടിൻ്റെ പൂർണ്ണരൂപം കേരള സൊല്യൂഷൻ ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഇത് സംസ്ഥാന തലത്തിൽ ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത് ഇൻഫർമേഷൻ കേരള മിഷനാണ് ഈ ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നത്. ഇൻഫർമേഷൻ കേരള മിഷനാണ് ഈ ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നത്. ഇതിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഡെലിവറിങ് ഡിജിറ്റൽ ഹാപ്പിനെസ്. ഡെലിവറിങ് ഡിജിറ്റൽ ഹാപ്പിനെസ് എന്നാണ്. കേരളത്തിലെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും അതേപോലെ മുനിസിപ്പാലിറ്റികളിലുമാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. 2025 ഏപ്രിൽ 1 മുതൽ ഇത് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിച്ചു വരുന്നു. ഇതിൻ്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ, കെ സ്മാർട്ടിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉദ്ഘാടനം ചെയ്തത് നമ്മളുടെ നിയമമന്ത്രിയായിട്ടുള്ള പി രാജീവ് ആണ്. ഇതിൻ്റെ ഒരു മൊബൈൽ ആപ്പ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. അപ്പം കെ സ്മാർട്ടിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഡെലിവറിങ് ഡിജിറ്റൽ ഹാപ്പിനെസ്. കേരളത്തിലെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. 2025 ഏപ്രിൽ 1 മുതലാണ് എല്ലാ പഞ്ചായത്തുകളിലേക്കും ഇത് വ്യാപിപ്പിക്കുന്നത്. കെ സ്മാർട്ടിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് മൊബൈൽ ആപ്പ് ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ് പി രാജീവ് എന്ന് പറയുന്നത്, പി രാജീവ്. ഇനി ഈ ഒരു കെ സ്മാർട്ടിൽ ഏതൊക്കെ സാങ്കേതിക വിദ്യകളാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കി വെക്കാം. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു സാങ്കേതികവിദ്യ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, GIS, അതുപോലെ ചാറ്റ് ബോട്ട്, മെസ്സേജ് ഇൻ്റഗ്രേഷൻ, ക്ലൗഡ് കമ്പ്യൂട്ടിങ്, ഇങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു നമ്മളുടെ കെ സ്മാർട്ട് വികസിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ രണ്ടാമത്തെ ഒരു ഘട്ടത്തിൽ കൂടുതലായിട്ട് മെഷീൻ ലേണിംഗ്, ഡാറ്റാ സയൻസ്, വെർച്വൽ ആൻഡ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പോലുള്ള കാര്യങ്ങൾ, IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് പോലുള്ള കുറേ കാര്യങ്ങൾ ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ ഇത് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രാഥമികമായ ഒരു ഫസ്റ്റ് ഫേസുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ മാത്രമാണ് നിലവിൽ കെ സ്മാർട്ടിൽ നടന്നിട്ടുള്ളത്.
അപ്പോൾ ആ കെ സ്മാർട്ടിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയായി പറയുന്നത് ഇ ഗവേണൻസിൽ നിന്നും പ്രൊഡക്റ്റീവ് ഗവേണൻസിലേക്കുള്ള ഒരു മുന്നേറ്റമാണ്, സുപ്രധാനമായ ചുവടുവെപ്പാണ് കെ സ്മാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇ ഗവേണൻസിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ഗവേണൻസിലേക്കുള്ളൊരു മാറ്റമാണ് ഏത് കൊണ്ടുവരുന്നത്, ഈ ഒരു കെ സ്മാർട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് പ്രൊഡക്റ്റീവ് ഗവേണൻസ്? പൗരന്മാർ ആവശ്യപ്പെടാതെ തന്നെ അവർക്ക് ആവശ്യമായ രേഖകളും വിവരങ്ങളും ലഭ്യമാക്കുന്നതിനെ പറയുന്ന പേരാണ് പ്രൊഡക്റ്റീവ് ഗവേണൻസ്. പൗരന്മാർ ആവശ്യപ്പെടാതെ തന്നെ അവർക്ക് ആവശ്യമുള്ള രേഖകളും വിവരങ്ങളും ലഭ്യമാക്കുന്നതിനെ പറയുന്ന പേരാണ് പ്രൊഡക്റ്റീവ് ഗവേണൻസ്. ഈ ഒരു കെ സ്മാർട്ട് വഴി ആദ്യമായി കെട്ടിട നിർമ്മാണ പെർമിറ്റ് ലഭ്യമാക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് കോഴിക്കോട് കോർപ്പറേഷൻ. അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനാണ് ആദ്യമായിട്ട് കെ സ്മാർട്ട് വഴി കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ കെ സ്മാർട്ടിലൂടെ നൽകുന്ന പ്രധാനപ്പെട്ട സേവനങ്ങൾ, ആദ്യഘട്ടത്തിൽ ഇതിലൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സേവനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് സിവിൽ രജിസ്ട്രേഷനാണ്. ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ ചെയ്യുക. നേരത്തെ സിവിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലാണ് ഈ കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഇപ്പോൾ കെ സ്മാർട്ടിൻ്റെ ഭാഗമാണ് സിവിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തത് ബിസിനസ് ഫെസിലിറ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപാരങ്ങൾക്കും വ്യവസായങ്ങൾക്കുമുള്ള ലൈസൻസുകൾ മറ്റു സഹായങ്ങളൊക്കെ നൽകാൻ ഒരു ഓപ്ഷൻ കെ സ്മാർട്ടിലുണ്ട്. വസ്തുനികുതി, അതേപോലെ നാലാമത്തത് യൂസർ മാനേജ്മെൻറ്റ്. ഈ പറയുന്ന കെ സ്മാർട്ട് ആരൊക്കെ ഉപയോഗിക്കുന്നു, ഏതൊക്കെ യൂസേഴ്സ് ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഫയൽ മാനേജ്മെൻറ്റ് സിസ്റ്റം, ഫിനാൻസ് മൊഡ്യൂള്, ബിൽഡിംഗ് പെർമിഷൻ മൊഡ്യൂള്, പൊതുജന പരാതി പരിഹാര സംവിധാനം. ഇങ്ങനെ 8 മൊഡ്യൂളുകളാണ് കെ സ്മാർട്ടിലൂടെ ഈ ഒരു ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് കേരളത്തിലെ നിലവിലെ ഗവർണറും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ, അതേപോലെ ഏറ്റവും റീസെൻ്റായിട്ട് നിലവിൽ വന്ന കെ സ്മാർട്ട് എന്ന് പറയുന്ന പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയും പുതിയ കുറച്ച് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.